തിരുവനന്തപുരത്തെ പ്രമുഖ സ്കൂളിനും അധ്യാപകനുമെതിരെ പോക്സോ കേസെടുത്തു. നെട്ടയം സ്വദേശിയായ അധ്യാപകൻ അരുൺ മോഹനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. കൌൺസിലിംഗിനിടെയാണ് കുട്ടി വിവരം വെളിപ്പെടുത്തിയത്. വിവരം മറച്ചുവെച്ചെന്നാരോപിച്ചാണ് സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, കേസിന്റെ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അതായത് ഈ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അധ്യാപകൻ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കാര്യം തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളാണിത്. ഈ സ്കൂളിൽ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. കുട്ടി ദീർഘനാളുകളായി തന്നെ ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഈ വിവരം പുറത്ത് പറഞ്ഞിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ കൗൺസിലിംഗിൽ ഇത്തരത്തിൽ ഈ കൗൺസിലിംഗിനിടെ കാര്യം വെളിപ്പെടുത്തുകയും സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. തുടർന്ന് കുട്ടി വീട്ടിലെത്തി കാര്യം അവതരിപ്പിച്ചതോടെ വീട്ടുകാർ എത്തി ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിലും അപ്പോഴും സ്കൂൾ തണുത്ത പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ തുടർന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നെട്ടയം സ്വദേശിയായ 37-കാരൻ അരുൺമോഹൻ എന്ന അധ്യാപകനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പോലീസ് ഈ വിഷയം, അതായത് പോക്സോ കേസ് അടക്കം ഗുരുതരമായ കുറ്റകൃത്യമായിട്ടും അത് പുറത്ത് പറയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വിവരം നിയമപരമായി നേരിടാത്തതിന്റെ പേരിലും അതിനോടൊപ്പം തന്നെ വേണ്ട നടപടി എടുക്കുകയോ കുട്ടിക്ക് വേണ്ട പിന്തുണ നൽകുകയോ ചെയ്യാത്തതിന്റെ പേരിലുമാണ് ആ സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ വലിയ പ്രശ്നമില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നു. എന്തായാലും നിയമ നടപടിക്രമങ്ങൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.